സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ. ടൈറ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതെന്താണ് ഇങ്ങനെ അണ്ടർസ്കോർ ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ടൈറ്റിൽ എന്ന്. സിനിമ ആ ടൈറ്റില് ഒരു സ്ത്രീയുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേരാണ് ബട്ടർഫ്ലൈ ഗേൾ 85 എന്നുള്ളത്. സിനിമ പറയുന്നതും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസും അവരുടെ ഒരു പ്യൂപ്പയിൽ നിന്നുള്ള ഒരു ബട്ടർഫ്ലൈയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനുമാണ്. സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ ഐഡന്റിറ്റിയിലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഐഡന്റിറ്റിയിൽ നിന്നും യഥാർത്ഥ ഐഡന്റിറ്റിയിലേക്കുള്ള ഒരു യാത്ര അതെങ്ങനെയാണ് സിനിമയിൽ കൂടെ പറയുന്നത് എന്നൊരു സമീപനമാണ് ഈ സിനിമയിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ PR പറയുകയുണ്ടായി 48 അവാർഡുകളും സിനിമയ്ക്ക് കിട്ടിയെന്ന്. പക്ഷേ ഇതൊരു സോക്കോൾഡ് ആർട്ട് ഹൗസ് സിനിമ മാത്രമല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ഇതിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ സിനിമ പറയുന്ന വിഷയം ഒരു ഗ്ലോബൽ ഓഡിയൻസിന് കണക്റ്റ് ആയതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് 48 അവാർഡുകളും നമുക്ക് ലഭിച്ചത്. ഇത് സോങ്ങുകളുള്ള 3 പാട്ടുകളുള്ള ശക്തമായ ഒരു പ്രമേയം സംസാരിക്കുന്ന എന്ന ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഇത് തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. താങ്ക് യു. ബട്ടർഫ്ലൈ ഗേൾ 85 മാർച്ച് 6 ഇറങ്ങിയാണ്. ഇതിലെ പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ ലീഡ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പം എനിക്ക് ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്യാരക്ടറും എൻ്റെ കൂടെ തന്നെ വളരെയായിരുന്നു. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ആ ക്യാരക്ടറിലേക്ക് എത്താൻ അത്ര അധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ക്യാരക്ടർ ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. അപ്പം അതിനു വേണ്ടി എനിക്ക് കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം കുറച്ച് അവാർഡ്സിലൊക്കെ പോയി, നമുക്ക് 3 അവാർഡുകളൊക്കെ കിട്ടി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊരു പക്ക ആർട്ട് മൂവി അല്ല, കൊമേഴ്സ്യൽ മൂവി തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ ചേരുവകളുള്ള ഒരു സിനിമ തന്നെയാണ്. നമസ്കാരം. മാർച്ച് 6 ബട്ടർഫ്ലൈ ഗേൾസ് 85 എന്ന ചിത്രം റിലീസാകുമ്പോൾ എൻ്റെ ഒരു മാസത്തിനിടയ്ക്ക് എൻ്റേതായിട്ടുള്ള 4ാമത്തെ ചിത്രമാണ് റിലീസാവുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കായിട്ട് പ്രകമ്പനം, ആശകളായിരം, മസ്തിഷ്ക മരണം, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ബട്ടർഫ്ലൈ ഗേൾസ്, എല്ലാം നല്ല രീതിയിൽ വിജയമായിരിക്കും എന്ന് വിചാരിക്കുന്നു. മറ്റ് ചിത്രങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതൊരു ചെറിയ ചിത്രമാണ്. എല്ലാവരെയും സപ്പോർട്ട് ആവശ്യമുള്ള ഒരു ചിത്രമാണ്. ഞാനിതിലൊരു സ്ക്രാപ്പ് ഷോപ്പ് നടത്തുന്ന എൻ്റെ ഓണറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ധന്യയുടെ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ആ ലീഡ് ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട്. നമസ്കാരം. ഇവിടെ ബട്ടർഫ്ലൈ ഗേൾ _85 മൂവി പ്രശാന്ത് മുരളി ഡയറക്ടർ. എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർ നല്ലൊരു പടം എടുക്കുക, അവരുടെ പടത്തിലൊരു ഭാഗമാവുക, പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു പടമാവുക, അതിൽ നല്ല റോള് ചെയ്യാൻ പറ്റുക എന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സാറ് ഓഡിഷൻ നടത്തിയിട്ടാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. എല്ലാവരെയും കാസ്റ്റിംഗ് സാറിനെ മാത്രം അല്ലേ അതെ അത്രയും ആപ്റ്റായിട്ടാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ പടത്തിൽ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എല്ലാവരും സിനിമ കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സിനിമ കണ്ടിട്ടാണ് നമ്മുടെ അഭിപ്രായം പറയേണ്ടത്. എല്ലാവരും സിനിമ കാണുക, എല്ലാവരും തിയേറ്ററിലേക്ക് വരിക. ഓക്കെ, താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് അൻവർ സാദിഖ്. ഞാൻ ബട്ടർഫ്ലൈ ഗേൾ 85 എന്ന മൂവിയിൽ നായികയുടെ കൂടെ ഒരു ത്രൂഔട്ട് ക്യാരക്ടർ, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും മാർച്ച് 6 പടം തിയേറ്ററിൽ റിലീസാണ്. എല്ലാവരും സിനിമ കാണണം, അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു. Hello,
എൻ്റെ പേര് ഇഷിക കൃഷ്ണ. മാർച്ച് 6-ന് ബട്ടർഫ്ലൈ ഗേൾ 85 ഇറങ്ങും. അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണണം. ഇനി മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാം, സംവിധായകരോടും ആർട്ടിസ്റ്റുകളോടൊക്കെ ഈ പടത്തിന്റെ കണ്ടന്റിനെ കുറിച്ചൊക്കെ. ഈ ഒരു സിനിമ മൈക്ക് തരാം. ഈ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? കഴിഞ്ഞ മുമ്പത്തെ 2 സിനിമകൾ പോലെയല്ല, കൂടുതൽ പുതുമുഖങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിലേക്ക് എങ്ങനെ ലാൻഡ് ചെയ്തു? അല്ല, ആസ് എ ഫിലിം മേക്കർ നമ്മളെപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയതെന്ത്, അടുത്ത സിനിമ എന്ത് എന്നെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ആദ്യ സിനിമയായ പൈസ ആയാലും രണ്ടാമത്തെ സിനിമയായ ലാൽബാഗ് ആയാലും അത് ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമകളാണ്. അപ്പോൾ അതിനുശേഷം ചെയ്യുന്ന ഒരു സിനിമ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോണർ ആയിരിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ സാഹചര്യം ഒത്തുവന്നപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ മനസ്സിൽ കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ, സൊസൈറ്റിയോട് സംസാരിക്കാനുള്ളപ്പോഴാണ് സിനിമ സംഭവിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഈ ഒരു തോട്ട് ഞാൻ നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് ഷെയർ ചെയ്ത് അപ്പം അത് ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. വിഷയം ഈ സോഷ്യൽ മീഡിയയും അതിൻ്റെ ക്രൈസിസും അത് വ്യക്തികളുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. സോ നമ്മൾ ഈ ഒരു വിഷയം തന്നെ സിനിമയാക്കാം എന്ന് തീരുമാനിക്കുകയും അതിന് തുനിഞ്ഞിറങ്ങുകയും ചെയ്യുകയായിരുന്നു. ഈ 85 എന്ന് ഉദ്ദേശിക്കുന്നത് കഥാപാത്രത്തിന്റെ ഏജിന്റെ കാലഘട്ടത്തിലുള്ള ഒരു ഇതാണോ, അതോ ബട്ടർഫ്ലൈ 85 തന്നെ? അതെ, അത് കഥാപാത്രത്തിന്റെ ഏജാണോ ഉദ്ദേശിക്കുന്നത്, അതോ ആ കാലഘട്ടത്തിലുള്ള ഇത് ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി ചെയ്യുന്ന കഥാപാത്രമായിട്ടാണ് സിനിമ വരുന്നതെന്നാണ് പറഞ്ഞത്? അപ്പൊ അതെന്താണ് 85 എന്ന് ഉദ്ദേശിച്ചത്? കഥാപാത്രത്തിന്റെ ഏജ് അല്ല, 85 ആണ്. 85 വർഷം. അത് ബർത്ത് ഇയർ ആണ്. ബർത്ത് ഇയർ ആണ് 85 എന്ന് കൊടുത്തിരിക്കുന്നത്. നോർമലി നമുക്ക് യൂസർ നെയിം ഇൻസ്റ്റഗ്രാമിൽ നോർമൽ നമ്മളുടെ പേര് തന്നെ അവൈലബിൾ ആകാതെ വരുമ്പം നോർമലി ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ബർത്ത് ഇയർ ആഡ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ബട്ടർഫ്ലൈ ഗേൾ 85 എന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ സ്ത്രീപക്ഷപരമായിട്ട് അവരുടെ ഉന്നമനം അങ്ങനെയുള്ള സിനിമകൾ വരാൻ ഇപ്പൊ ഇതും തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഒരുപാട് സിനിമകൾ സ്ത്രീകളുടെ പ്രൊട്ടക്ഷനാണ് പറയുന്നത്. ഇതിലെന്ത് പുരുഷന്മാർക്ക് ഒരു പ്രൊട്ടക്ഷൻ അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത്? അല്ല, അത് സിനിമ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പുരുഷന്മാർ, സ്ത്രീകളുടെ ഉന്നമനം എന്ന് മാത്രമല്ല മനുഷ്യരുടെ ഉന്നമനം തന്നെയാണ്. ഈ സിനിമയിൽ ഒരു സ്ത്രീയെ, ഇത് പുരുഷനെ വെച്ചും പറയാവുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് ഒരു സ്ത്രീയുടെ ആംഗിളിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കഥയായിട്ട് പറയുമ്പം അത് കുറച്ചുകൂടെ സൊസൈറ്റിയിൽ ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ കാര്യം ഞാൻ പറയുന്നത്. അതിപ്പം മറ്റൊരു സബ്ജക്റ്റ് ഒരു പുരുഷനെ വെച്ചാലാണ് അത് കൂടുതൽ ഇമ്പാക്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐ വിൽ ഗോ ഫോർ ഇറ്റ്. ഒരു പുരുഷനെ വെച്ച് തന്നെയായിരിക്കും ആ സിനിമ ചെയ്യുക. ഇതൊരു സ്ത്രീയുടെ ആംഗിളിൽ സംസാരിക്കേണ്ട സിനിമയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പല സിനിമകൾ, എല്ലാ ഹിറ്റ് സിനിമകളാണ് ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്ന എല്ലാ സിനിമകളും ഇറങ്ങിയിരിക്കുന്ന എല്ലാ ഹിറ്റുകളാണ്. ഇപ്പോൾ ഇറങ്ങിയ മസ്തിഷ്കമാണെങ്കിലും ഭയങ്കര ഇമ്പാക്ട് തന്നിട്ടുണ്ട്. എല്ലാം ഭയങ്കര വെറൈറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഇതില് ശരിക്കും ഈ സിനിമ തിരഞ്ഞെടുക്കാനും കുറച്ച് നാൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ സിനിമ പ്രേക്ഷകർ തിയേറ്ററിൽ ഒന്ന് കാണാനും എന്താണ് സിനിമ പ്രത്യേകത? അതിപ്പോ ഡയറക്ടർ പറഞ്ഞ പോലെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സിനിമയാണ്. പിന്നെ ഞാനിതിലേക്ക് എത്തിപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആക്ട് ലാബ് എന്ന് പറഞ്ഞ ആക്ട് ലാബിലെ കുറേ സുഹൃത്തുക്കൾ ഉണ്ട് ഇതിൽ. അപ്പോൾ ധന്യ ഒരു ആക്ട് ലാബിനാണ് ഞങ്ങൾ ഒരുമിച്ച് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ പുറത്തും പിന്നെ ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് പ്രശാന്തിയൊക്കെ പരിചയപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ നല്ല സൗഹൃദത്തിലാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പടം ഒരു കൊച്ചു സിനിമയാണ്, എന്നാൽ സമൂഹത്തിനോട് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട്
അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയുന്നു. അത് എല്ലാവരും നമ്മളെല്ലാവരും തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു സ്ത്രീകളുടെ മാത്രം പ്രശ്നമായിട്ടല്ല, പുരുഷന്മാരും ഒക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് എന്താണെന്നും അതിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രശ്നം അവർ അതിനെ അതിജീവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൽ പറയുന്നത്. മസ്റ്റ് വാച്ച് ആണ് എന്നുള്ളതാണ്. നായികനോടാണ്, ഈ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾ ശത്രു എന്നാണ് പൊതുവെ പറയാറ്. അറിയില്ല, എന്നാലും എന്തുകൊണ്ടാണ് വേറെ ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ നായിക തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം? എന്താണ് സിനിമയെ കൂടി പറയാനുള്ളത്? അങ്ങനെയല്ല, അങ്ങനെ എന്തായാലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോൾ. ഞങ്ങള് വേറൊരു കുറച്ചുകൂടി വലിയ സ്കെയിലിൽ ഒരു സിനിമയായിട്ട് തുടങ്ങിയതായിരുന്നു. അത് അതിന്റെ 2 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജയസൂര്യ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ 2 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ നടക്കുകയും പെട്ടെന്ന് അതൊരു പെർട്ടിക്കുലർ ഒക്കേഷനിൽ വെച്ചിട്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു അതിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഷൂട്ട് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ചെയ്തു. അപ്പം ഞങ്ങൾ എല്ലാവരും ഫുൾ ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം, എല്ലാവർക്കും അഡ്വാൻസ് ഒക്കെ കൊടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് നിർത്തേണ്ടി വന്നപ്പോൾ ആ ഒരു എനർജി ലൂസാവാതെ അടുത്ത ഒരു എണ്ണത്തിലേക്ക് അത് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പെട്ടെന്ന് തീരുമാനിച്ച് വന്ന ഒരു സിനിമയാണിത്. ആ സിനിമയിൽ ഞാനല്ലായിരുന്നു മെയിൻ ക്യാരക്ടർ ചെയ്യാനിരുന്നിരുന്നത്. ഇത് വന്നപ്പം ഒബിയസ്ലി ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, കുറച്ച് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്കും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല, റൈറ്റർ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് തന്നെ ചെയ്താൽ നന്നായിരിക്കുന്നു. പിന്നെ ഇതിന്റെ കഥ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഡിസ്കഷൻസ് വരെയും അതിൽ നമ്മുടേതായ ഇൻപുട്ടുകൾ വരെയും ഉറപ്പായിട്ടും ഒരു സ്ത്രീയെ ആംഗിളിൽ പറയുന്ന കഥയിൽ ഒരു സ്ത്രീയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളത് നല്ലതാണെന്ന് പുള്ളിയുടെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ കൂടെ അതിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ പുള്ളി തീരുമാനിക്കുന്നതാണ് ധന്യ ഈ ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കുന്നു. ഉറപ്പായിട്ടും എനിക്ക് ചാലഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അത് എടുക്കുമ്പോഴാണല്ലോ ഞാൻ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വലുതാവുന്നത്. അത് മാത്രമാണ് ഇതിലേക്ക് വരാനുണ്ടായത്. ഓൾറെഡി നമ്മൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുകയും ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്ത് അതിന്റെ പകുതിയിൽ എത്തി നിൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇതിലേക്ക് മാറിയത്. ഇതായിരുന്നു സംഭവിക്കാനിരുന്നത്, സംഭവിച്ചു, അത്രേ ഉള്ളൂ. അതിൽ ആ പോസ്റ്ററിലെ ഒരു കണ്ണില് ഇൻസ്റ്റഗ്രാമിലൊരു പടം, അതെന്താ, അതെന്ത് സൂചിപ്പിക്കുന്നതാണ്? അത് എന്നേക്കാൾ ആധികാരികമായി സംസാരിക്കുക ഞാൻ. മെസ്സേജ് വല്ലതുമാണോ അത്? അത് ആക്ച്വലി അതൊരു ഒരു കണ്ണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മൂടപ്പെട്ടതും ആ മൂടപ്പെട്ട കണ്ണിൽ നിന്നും തുറന്ന ഒരു കണ്ണിലേക്കുള്ള ഒരു ട്രാവലുമാണ് ആ പോസ്റ്ററിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, ഒരു സോഷ്യൽ മീഡിയ ഐഡന്റിറ്റിയിൽ നിന്നും ഒരു വ്യക്തിയുടെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് അവരുടെ തന്നെ കഴിവുകളെ അവർ തിരിച്ചറിഞ്ഞ് അവരുടെ ഒരു അതിജീവനം, ആ ഒരു സംഗതിയാണ് സിനിമ പറയുന്നത്. കഥയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. അങ്ങനെ തന്നെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തത്. ഈ സിനിമ ഒരുപാട് അവാർഡുകൾ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി. ഈ അവാർഡ് കിട്ടിയാൽ അവാർഡ് സിനിമ എന്നൊരു പേര് വരും. അങ്ങനെ ഒരു പേര് വന്നോണ്ടാണോ ഇതിന്റെ റിലീസ് വൈകി പോയത്? അതൊരു കാരണമാണ് ഉറപ്പായിട്ടും. കാരണം ഒരുപാട് പേരും അങ്ങനെ നമ്മളുടെ അടുത്ത സൗഹൃദങ്ങളുള്ളവർ പോലും അങ്ങനെ സിനിമയെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് അവാർഡ് കിട്ടിയാൽ അവാർഡ് സിനിമ എന്തോ മോശം കാര്യം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ എത്രയോ ഗംഭീരമായ ആർട്ട് സിനിമകൾ ഉണ്ടായിട്ടുള്ള നാടാണ് നമ്മുടേത്. മലയാള സിനിമകളിൽ നിന്ന് എത്രയോ ഗംഭീര സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആളുകളെ കൊതിപ്പിക്കുന്ന, ആളുകളെ ഉള്ളിലിയിപ്പിക്കുന്ന എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നമായിട്ട് തന്നെ അത് മാറിയിട്ടുണ്ട്. അവാർഡ് സിനിമ എന്ന് പറഞ്ഞാൽ എന്നാണ്ട് ഉറക്ക സിനിമയാണ്, ഉറക്കഗുളികയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. ശരിയാണ്, ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് സിനിമ ക്യാപ്സ്യൂൾ പരുവത്തിൽ കിട്ടിയാൽ അത്ര നല്ലതെന്ന് വിശ്വസിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ റീൽസ് കാലഘട്ടത്തിൽ.
പക്ഷെ അതിനപ്പുറത്ത് സിനിമയ്ക്ക് സിനിമയുടേതായ ഒരു നിലനിൽപ്പുണ്ട്. സിനിമ അഡ്രസ്സ് ചെയ്യുന്ന കുറേ വിഷയങ്ങളുണ്ടാവും. ഒരു സിനിമയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സമൂഹത്തോട് പറയാനുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ സിനിമ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ കൂടെ നമുക്ക് എങ്ങനെ ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ സിനിമയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് 2023 ഷൂട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞു. അതെ. അതിനുശേഷമല്ലേ പ്രിൻസ് ആൻഡ് ഫാമിലി വന്നത്. അപ്പൊ സ്റ്റോറി ലൈനായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ? അത് എൻറ്റയർലി ഡിഫറെന്റ് സിനിമകളാണ്. രണ്ട് എൻറ്റിറ്റി. ട്രെൻഡിന് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു സംസ്കാരം ഇപ്പൊ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. അത്തരം ഒരു സംസ്കാരത്തിന് നേരെയുള്ള ഒരു വിരൽച്ചൂണ്ടലായിരിക്കും ഈ സിനിമ? ഇല്ല, ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുക എന്നാണോ? അതല്ല, വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യുന്ന കാലഘട്ടമാണല്ലോ. അപ്പൊ ട്രെൻഡിന് ഒപ്പം ജീവിക്കുക അല്ലെങ്കിൽ ട്രെൻഡിന് വേണ്ടി ജീവിക്കുന്ന ഒരു സംസ്കാരം നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട് വൈറലാകാൻ വേണ്ടിയിട്ട്. അത്തരം ഒരു സംസ്കാരത്തിന് നേരെയുള്ള ഒരു വിരൽച്ചൂണ്ടലായിരിക്കുമോ ഈ സിനിമ? വിരൽ ചൂണ്ടൽ എന്നുള്ളതിലുപരി നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നാം, ഇതില് പല വ്യക്തികൾക്ക് തോന്നാം, ഇതിലെവിടെയോ ഞാനുണ്ടല്ലോ, ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ പോയിട്ടുണ്ടല്ലോ, എപ്പോഴൊക്കെയോ ഞാൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അത്തരം ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു സ്വയമേ ഉള്ള ഒരു തിരിച്ചറിവുകൾ കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ കൂടെ സംഭവിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ശക്തമായ ഒരു താക്കീതെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മോശമാണെന്നോ സോഷ്യൽ മീഡിയ നല്ലതാണെന്നോ എന്നും നമ്മൾ ഈ സിനിമയിൽ കൂടെ പറയുന്നില്ല. സോഷ്യൽ മീഡിയക്ക് അതിൻ്റെതായ ഗംഭീരമായ ഒരു അവസ്ഥയുണ്ട്. അതേപോലെ ഏറ്റവും മോശമായിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. സോഷ്യൽ മീഡിയ എന്തെല്ലാം ക്രൈംസിനാണ് വിധേയമാകുന്നത്, അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ എന്തെല്ലാം ക്രൈംസ് ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എത്ര ഗംഭീരമായിട്ടാണ് ഒരു വ്യക്തിയെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. സോ ഇതിന് അത്തരം വശങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു വിരൽ ചൂണ്ടൽ എന്നുള്ളതിൽ കൂടുതൽ ഇതൊരു തിരിച്ചറിവിന്റെ സിനിമയും കൂടെയാണ്. അതിനോടൊപ്പം തന്നെ നായികനോടാണ് ഈ റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയാലും ഇപ്പൊ എന്ത് കണ്ടന്റ് ആയാലും ചെയ്യുന്ന ഒരു കുറെ ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ആണായാലും പെണ്ണായാലും എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ അതുപോലത്തുള്ള കാര്യങ്ങൾക്കുള്ള ഒരു എന്താ പറയാ, അത് ഇപ്പൊ ചോദിച്ച സെയിം ചോദ്യമല്ല. അപ്പൊ എന്തും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ ഈ പോസ്റ്റർ കണ്ടാൽ പോലും അത് തെറ്റുമെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു റീൽ പോലെ എനിക്ക് തോന്നി ഇതിന്റെ ഒരു വിഷയം. അപ്പോ അങ്ങനെ തന്നെയാണോ ഇപ്പൊ ഈ അതിൽ ചതിക്കുഴിയിലേക്ക് പ്രാപിക്കാനുള്ള ഒരു എന്താ പറയാ ആശയം ഇതിലേക്ക് കൊടുക്കാന്നുള്ളതാണോ സിനിമയുടെ? അങ്ങനെയല്ല. ആക്ച്വലി ഇതിൽ പറയുന്നത് നമുക്ക് നമ്മളുടെ ഇടയ്ക്ക് തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ എന്തോ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. നമ്മുടെ ശരിക്കുള്ള ഞാനാണോ, എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലാണോ ശരിക്കുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാനും ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വരെയും അതിൽ നിന്ന് യഥാർത്ഥ ഞാനിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടവും ആ തിരിച്ചറിവുമാണ് സിനിമ പറയുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങളൊന്നും ചെയ്യരുത്, അത് ചെയ്യണം, ഇതാണ് നല്ലത്, അത് ചീത്തയാണ്, അതൊന്നുമില്ല. നമ്മൾ സ്വയമേ തന്നെ നമ്മളെ തന്നെ മാറ്റിയെടുത്താലേ നമ്മളുടെ ഉള്ളിൽ തിരിച്ചറിവ് വന്നാൽ മാത്രമേ നമ്മൾ ഏത് ക്രൈസിസിൽ നിന്നും ഓവർകം ചെയ്ത് നമുക്ക് വരാൻ പറ്റുള്ളൂ. അതിന് അൾട്ടിമേറ്റ്ലി തീരുമാനം എടുക്കേണ്ടതും ചിന്തിക്കേണ്ടതും സ്റ്റെപ്പ് വയ്ക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ആ ഒരു തിരിച്ചറിവ് മനുഷ്യർക്ക് എല്ലാവർക്കും പല ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ അതൊന്നും ഒന്നിന്റെ അവസാനമല്ല. അതിനെ നമ്മൾ തന്നെ തീരുമാനിച്ച് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവണം. അത് പോവാൻ എവിടെയെങ്കിലും ഒരു ബ്ലോക്കായി നിൽക്കുന്നവർക്ക് പോലും ഞാനും ഒന്ന് മാറി ചിന്തിക്കണല്ലോ എന്ന സിനിമ കണ്ടിറങ്ങുമ്പം തോന്നാൻ ചിന്തിപ്പിക്കാനൊരു സാധ്യതയുണ്ട്. അല്ലാതെ നിങ്ങൾ ഈ വഴി പോവൂ, ഇതാണ് ശരി, ഇതാണ് തെറ്റ്, അതൊക്കെ ആപേക്ഷികമായ ഒരു കാര്യമല്ലേ. അങ്ങനെയില്ല എന്നാണ് ഞാൻ പ്രേക്ഷക എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രശാന്ത് സാറിനോടാണ് ചോദ്യം. സോഷ്യൽ മീഡിയ ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള ഒരു അന്തരമാണല്ലോ നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത്. അപ്പം വ്യക്തിപരമായിട്ട് സാർ ഇപ്പം ഓൺലൈനായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഒരു ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ? നമ്മൾ പലതും പോസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ റിയൽ ആയിട്ട് ജീവിക്കുന്നതും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്.
അപ്പം ആ ഒരു അനലൈസർ എങ്ങനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? എനിക്ക് ചോദ്യം വ്യക്തമായില്ല. അതായത് സോഷ്യൽ മീഡിയ ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് ഉണ്ട്. വ്യത്യാസമുണ്ട്. ആ ആ വ്യത്യാസത്തിൽ സാറ് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ വ്യക്തിപരമായിട്ട് നമുക്കൊക്കെ അറിയാം എന്റെ റിയൽ ലൈഫ് ഇതാണ്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നത് ഇങ്ങനെയാണ്. ഉറപ്പായിട്ടും ഞാൻ വേറെ ആളാണ്, അക്കാര്യത്തിലൊരു സംശയമില്ല. പക്ഷെ ഞാൻ ആ വീഡിയോസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ആളുകൾക്ക് ഒരു മെന്ററിങ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അബദ്ധം. അപ്പൊ ആ രണ്ട് അന്തരം മനസ്സിലാക്കിക്കൊണ്ട് സാർ തന്നെയാണല്ലോ ഇതിന്റെ റൈറ്റർ. അപ്പം ഈ സിനിമയിലേക്ക് റിയൽ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ആക്ച്വലി ആ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അതിനു മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുമ്പോഴും നമുക്കറിയാം, നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പല സംഗതികളിൽ നിന്നും വിഭിന്നനാണ് ഞാൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എൻ്റെ പ്രൊഫൈൽ പിക്ചർ, ഏറ്റവും നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ഞാൻ ഇടുന്നു, ഏറ്റവും നല്ലൊരു കവർ ഫോട്ടോ ഇടുന്നു, എൻ്റെ അപ്ഡേറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഞാൻ കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന എനിക്കൊരു വയറുണ്ട്. ഈ വയറ് ചിലപ്പം എൻ്റെ പോസ്റ്റുകളിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, ഞാനത് ക്രോപ്പ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. എന്തുകൊണ്ട്? എന്നെ ഏറ്റവും നന്നാക്കി എനിക്ക് കാണിക്കാനാണ് ഇഷ്ടം. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഞാൻ ഇതാണ്, സോഷ്യൽ മീഡിയയിൽ ഞാൻ അതാണ്. ആ വ്യത്യാസം എന്തായാലും അവിടെ ഉണ്ട്, അതെല്ലാ മനുഷ്യരിലും ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ ഈ സബ്ജക്ട് എടുത്തോണ്ട് ചോദിക്കുക. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം ആ സ്ഥലം അറിയാം, കണ്ണൂർ ഒരു സംഭവം നടന്നു. രണ്ടുപേരുടെ പേര് പറയില്ല, ആരാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ മരിച്ചൊരു വ്യക്തി, പുള്ളി ഇതേപോലെ അറ്റാക്ക് വന്നിട്ട് അതിന് ഇതാകാതെ മരിച്ചതാണ്. പക്ഷെ അതിനുശേഷം വന്ന അറ്റാക്ക് ആ ഇൻഫ്ലുവൻസറോടായിരുന്നു. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇല്ല, അത് നമുക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി ഇപ്പോഴും വ്യക്തമാകാത്ത സ്ഥിതിക്ക് നമ്മൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തതയുണ്ട്. എനിക്ക് തന്നെ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് ശരിയാണോ, അല്ല ഇത് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കൺഫ്യൂഷൻ എന്നെ പോലെ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പൊ ഞാൻ അതിലൊരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം, പ്രത്യേകിച്ച് എന്റെ സിനിമയുടെ ഈ ഒരു സമയത്ത് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ ഷിൻസ് കുറച്ച് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ നിങ്ങൾ എയറിൽ കയറാൻ പോവുകയാണ് എന്നോട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോ അപ്പൊ തന്നെ എനിക്ക് ഇത് അപകടമാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിർത്തി. 2012 ആദ്യത്തെ സിനിമ ചെയ്തത് പൈസ പൈസ. 2013 റിലീസ് ആയത്. അത് കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞിട്ടാണ് ലാൽബാഗ് സംഭവിച്ചത്. ഇപ്പൊ ബട്ടർഫ്ലൈ ഇപ്പൊ ഒരു ഏകദേശം ഒരു 14 കൊല്ലമായി. അതിനിടയ്ക്ക് 3 സിനിമയെ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വരുന്നത്? ഞാൻ ചോദിച്ച ഓരോ പ്രൊജക്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട് നടക്കാതെ വരുന്ന പ്രശ്നങ്ങളാണോ? പലതും ഉണ്ട്. പക്ഷെ ബേസിക്കലി ഞാനൊരു ആഡ് ഫിലിം മേക്കറാണ്. അഡ്വർടൈസ്മെന്റ് ഫിലിംസ് ഡയറക്ട് ചെയ്യുന്ന ആളാണ്. 200-ൽ കൂടുതൽ പരസ്യങ്ങൾ നാഷണലി, നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടും ആഡ് ഫിലിംസ് ചെയ്യുന്ന ഒരു ആഡ് ഫിലിം മേക്കറാണ് കൊച്ചിയിലെ. അപ്പൊ ഇത് എനിക്ക് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നതിന്റെ ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നാൽ എൻറ്റയർലി ഡിഫറെന്റ് ഒരു ഇൻഡസ്ട്രിയാണ് അഡ്വർടൈസിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. നമ്മൾ കൃത്യമായ ഒരു കോർപ്പറേറ്റ് സ്റ്റൈൽ ഓഫ് ഒരു അപ്രോച്ച് അവിടെ ആവശ്യമാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിന്നാൽ ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ വാഷ് ഔട്ട് ആണ്. അപ്പോൾ സോ നമുക്കത് ഫോളോ അപ്സ് ഉണ്ട്, അഡ്വർടൈസിങ് ഏജൻസി മീറ്റപ്സ് ഉണ്ട്, ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്രസന്റേഷൻ കാര്യങ്ങൾ ഇതെങ്ങനെ പോകും. അപ്പോൾ അതൊരു ഒരു ഘടകമായിരുന്നു. പിന്നെ ചെയ്യുന്ന സിനിമ എന്താണോ നമുക്ക് അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം എന്ന് എനിക്കെപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ചില സമയങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് ഈ ഇത്രയും ദൈർഘ്യം ഓരോ ഇന്റർവെൽസ്, ഓരോ സിനിമയ്ക്ക് ഇടയ്ക്ക് ഇത്രയും ഇന്റർവെൽസ് വന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയല്ലേ, സിനിമ അത് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴൊക്കെയാണ് സംഭവിക്കുക, എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളുടെ വിരൽത്തുമ്പിൽ എത്തിയ പ്രൊജക്റ്റുകൾ പോലും ആ ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് മിസ്സായിട്ടുണ്ട്. സോ ഞാനൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞ പോലെ എഴുതപ്പെടാതെ കിടക്കുന്ന ഒരു കൂട്ടം തിരക്കഥകൾ ഉണ്ടാവും. അപ്പൊ അത് എനിക്ക് മാത്രമല്ല എല്ലാ ഫിലിം മേക്കേഴ്സിന്റെയും കൈവശം ഉണ്ടാവും. അപ്പൊ അത് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ സമയങ്ങളിലായിട്ട് സംഭവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഇന്റർവെൽസ് അങ്ങനെ ചിലർക്ക് വളരെ ഷോർട്ട് സ്പാനിൽ തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും. ചിലരെ സംബന്ധിച്ച് അതിന് ഒരു ടൈം എടുക്കും.